അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ വിട്ട വീഡിയോയിൽ 3 ദിവസം സ്കൂൾ പോയിക്കണം. പിന്നെ അതേപോലെ സെൻകാർക്ക് വർക്ക് ഉണ്ടായിട്ട് പോയിക്കണം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കടയിലാണിട്ടുള്ളത്. ഞാൻ കടപ്പോൾ ചോറിൽ ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ തുറന്നത്. എനിക്ക് 1-2 ചുറ്റുപാടുകളുണ്ടായിരുന്നു. തിരുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തിരുക്ക് പോകാനുണ്ടായിരുന്നു. 3 ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി വന്ന് ചോറിനൊക്കെ കഴിഞ്ഞിട്ട് കട തുറക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇതാട്ടെ ഈ മാക്സിയാണ് കേട്ടോ ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയിട്ട് ഈ മാക്സിയാണ്. പീക്കോക്ക് ഇത് ഫാൻസി ടൈപ്പ് മാക്സിയാണ്, കോട്ടനാണ്, പ്രിൻ്റ് വർക്കാണ് കൈക്കുണ്ട്. അതേപോലെ സീക്വൻസ് നല്ല എംബ്രോയിഡറി വർക്ക് സീക്വൻസ് വെച്ചിട്ടുള്ള മാക്സിയാണ്, കോട്ടനാണ്. പീക്കോക്ക് നല്ല അടിപൊളി മാക്സിയാണ് കേട്ടോ. അതേപോലെ ഇതിന് വേറെ കളറ് ഇതാ, ഈ കളർ വേറെ ഇതിനും കഴിക്കണ്ട 5 കളറാണ് ഇതുണ്ട്. അതേപോലെ ഇതാ ഇതൊന്ന് ഈ കളറ്, ഇതിനും ഇവിടെ വർക്കുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് തന്നെ, പൂവൊക്കെ ഒരേപോലെ തന്നെ കളർ ചേഞ്ച്. അതേപോലെ ഈ കളർ ഇതിന് മെറൂണാണ് കേട്ടോ. നല്ലൊരു കളറ്, ചുവപ്പല്ല മെറൂണല്ല, അങ്ങനത്തെ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അതേപോലെ ഈ കളറ് പിന്നെ കരിനീല. അപ്പോൾ ഈ മാക്സി 5 മാക്സി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തൂക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ കളർ മാക്സിയാണ് ഞാൻ തൂക്കാൻ പോണത്. ഇതൊന്ന് തൂക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കേട്ടോ തൂക്കിക്കുന്നത്. അപ്പോൾ മാക്സി തൂക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സി ഞാൻ ഇങ്ങനെ കടയിൽ വന്നിട്ട് മാക്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമ്പർ കൊടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. മാക്സി വേണ്ട ആൾക്കാർ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മാക്സി അയച്ചുതരാം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ എനിക്ക് നമ്പർ കൊടുക്കാൻ ഒന്നുമില്ല. ജസ്നാത്ത അന്ന് വീഡിയോ ചെയ്തിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇപ്പോഴും ഗൂഗിൾ പേ നമ്പറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴും ആ നമ്പർ എടുത്തിട്ട് ഇപ്പോഴും കോൾ എനിക്ക് വരുന്നുണ്ട്. ദിവസം 3 കോളെങ്കിലും എനിക്ക് വരും. അപ്പോൾ ഒന്നും നല്ല കോളുകളല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ നോക്കും. കുറേ ആൾക്കാർ വിളിക്കാൻ, നമ്മൾ വീട്ടുകാർ വിളിക്കാണ്ടാവും. പിന്നെ നമ്പർ പല ആവശ്യങ്ങൾക്കും കൊടുത്ത നമ്പറല്ലേ. അപ്പോൾ അന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാവശ്യം വന്നപ്പോഴാണ് ഈ നമ്പർ തന്നെ ഗൂഗിൾ പേ നമ്പർ ഇതുള്ളൂ. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ കടയിലൊക്കെ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിയാലും പിന്നെ എല്ലാവർക്കും കൊടുക്കുന്ന നമ്പർ തന്നെയാണ് ഈ നമ്പർ, ഗൂഗിൾ പേ നമ്പറാണ്. അപ്പോൾ ഞാൻ ആ നമ്പർ തന്നെ യൂസ് ചെയ്യുന്നത്, ആ നമ്പർ തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ ഈ നമ്പർ കൊടുക്കലാതെ വേറൊരു രക്ഷയില്ല ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നമ്പർ വേറെ ആൾക്കാർ നമുക്ക് വിളിക്കുന്നോ അല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യ കോൾ വരുന്നോന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ നമ്പർ കൊടുക്കല്ലേ. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. എന്തായാലും ആ നമ്പർ എല്ലാ കാര്യത്തിനും കൊടുത്ത കാര്യം മാറ്റാനും പറ്റില്ലല്ലോ, മാറ്റേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. നമ്മളൊരു ആവശ്യങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ കൊടുത്ത നമ്പറല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്പർ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. എന്തിനാ വിളിക്കുന്ന ആവശ്യമില്ലാതെ. പല ആൾക്കാരും പല ക്വാളിറ്റിയിലാണ്, പക്ഷെ ആവശ്യമില്ലാതെ ഇപ്പോഴും കോൾ വരും. ഇപ്പോഴും ആൾക്കാർ വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദിവസം 3 കോളെങ്കിലും വരും. അതേപോലെ പുലർച്ചെ സമയത്ത് 3 മണി ആ സമയത്ത് വിളിക്കുക, ഇപ്പോഴും വരുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും ഫോൺ സൈലൻ്റ് ആക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നെറ്റുണരാണ് കോൾ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്പർ വെക്കാത്തത്. എനിക്ക് നമ്പർ വെക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കടയിൽ ഇപ്പോൾ കച്ചവടമൊക്കെ കുറവാണ്. പിന്നെ കച്ചവടം
കടയിൽ ഇപ്പോൾ ഓണം നബിദിനൊക്കെ കഴിഞ്ഞില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഡ്രസ്സൊക്കെ മാക്സികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചാണ് കഴിയണം കച്ചവടം കിട്ടണമെന്നുണ്ടെങ്കിൽ. അതിനിടയ്ക്ക് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ തന്നാൽ അങ്ങനെ കൊടുക്കും. സീസണൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എല്ലാവരും വന്നിട്ട് എടുക്കുള്ളൂ. പിന്നെ ആവശ്യക്കാർ വന്നിട്ട് എടുക്കും. പിന്നെ അപ്പോൾ ഞാൻ അധികം അതിന് പുറത്തുനിന്ന് ഓർഡർ വാങ്ങിയിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട്, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എനിക്ക് ഞാൻ അങ്ങനെ കച്ചവടം ചെയ്യണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് വിളിക്കും. അങ്ങനെ അങ്ങനെ മാക്സി ഞാൻ 10 15 5 അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കലാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ കട നമുക്ക് എപ്പോഴും തുറന്നെടുക്കാൻ ഇരിക്കാൻ പറ്റൂലല്ലോ. പെരയിൽ പണി ഉണ്ടാവും, അതേപോലെ അത് നോക്കണം. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ അത് പോകണം. അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ കൂടെ ഇതും അല്ലെന്തില്ല വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയ കാരണം അതൊരു സമാധാനമാണ്. എന്താ വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എവിടേക്കും ആവശ്യങ്ങൾക്ക് പോവാം, അതേപോലെ വീട്ടിലത്തെ ജോലി ചെയ്യുക, അതേപോലെ ഇതും. അപ്പോൾ കുറേ സാധനങ്ങൾ ഇനിയോ ആവണം. സാധനങ്ങൾ കുറവാണ്. കുറേ സാധനങ്ങളൊക്കെ ആക്കാൻ ആഗ്രഹമുണ്ട്. കച്ചവടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വിജയിക്കും. ഞാനിപ്പോൾ ഒരു വർഷമായല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതായിട്ട് മുന്നോട്ട് പോകണം. എന്തായാലും വിജയിക്കും ഉറപ്പാണ്. ഇതെങ്കിലും തൊഴിലുള്ളത് നല്ലതല്ലേ. മോനൂസിനെ LKG ചേർത്തണ മുന്നേ ഞങ്ങൾ മരിപ്പ് വാങ്ങി കൊടുക്കുമ്പോൾ കട അടച്ചാലും പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ രാത്രി കട തുറക്കലുണ്ടായിരുന്നു. ഓന് LKG ചേർത്തേ മുതൽ തുറക്കലില്ല രാത്രി. എന്താ വെച്ചാൽ ഓനെ പഠിപ്പിച്ച് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. അസ്സലാമു അലൈക്കും.